സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് ജേതാക്കൾക്ക് തൃശ്ശൂരിൽ സ്വീകരണം. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി തൃശ്ശൂർ ജില്ലയാണ്. മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം കൊടുക്കുന്നത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും തത്സമയം ചേരുന്നു. സൂരജ് സജി, എങ്ങനെയാണ്? കുട്ടികളെല്ലാം വലിയ ആവേശഭരിതരായിരിക്കുമല്ലോ, വലിയ ആൾക്കൂട്ടമാണല്ലോ ഇവിടെ, പറയൂ. തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് എത്തിച്ചിരിക്കുന്നു. കപ്പുമായി എത്തിയിരിക്കുന്നു. തൃശ്ശൂരിലാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ സ്വീകരണ പരിപാടിയുടെ ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. തൃശ്ശൂർ ജില്ലയാകെ ഇളകി മറിയുന്ന 26 വർഷത്തിന് ശേഷം തൃശ്ശൂരിന് സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയിരിക്കുന്നു. വലിയ ആഘോഷത്തോടു കൂടിയാണ് ഈ കൊരട്ടിയിൽ ഈ കപ്പ് വരവേൽക്കുന്നത്. ഈ റവന്യൂ മന്ത്രി കെ രാജൻ അടക്കം നമുക്കൊപ്പം ചേരുകയാണ്. മന്ത്രി, 26 വർഷത്തിന് ശേഷം കപ്പിങ്ങോടെത്തുന്നു. വലിയ ആവേശത്തോടു കൂടിയാണ് തൃശ്ശൂർ വരവേൽക്കുന്നത്. തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടെയും ആവേശത്തോടെയും 26 വർഷത്തിന് ശേഷം ആദ്യ പോയിന്റാണ് ഇവിടെ. ഇത് കഴിഞ്ഞാൽ നേരെ ചാലക്കുടിയിൽ, പിന്നീട് പുതുക്കാട്, കൊല്ലൂരിൽ, അത് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ വലിയ ഘോഷയാത്രയായി ഇതിനെ സ്വീകരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഏറ്റവും ഗംഭീരമായി ഈ സ്വർണ്ണ കപ്പിനെ തൃശ്ശൂർ മുത്തമിടാൻ പോവുകയാണ്. തലസ്ഥാന നഗരിയിൽ നിന്ന് സാംസ്കാരിക തലസ്ഥാനത്തേക്ക്. അതാണ് ഈ കപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 25 വർഷത്തിന് ശേഷം നേടുന്നു. 1000-ലേറെ പോയിന്റുകളോട് 1008 പോയിന്റായി അത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. അതാണ് അതിന്റെ പ്രധാനം. ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വർണ്ണക്കപ്പും എന്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ആഘോഷം, അത് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച എല്ലാവരുടെയും ഒരു നേട്ടമായിട്ട്, അത് ഒരുപോലെയുള്ള കൂട്ടായ്മയുടെ വിജയമായിട്ട് 26 വർഷത്തിന് ശേഷമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച ഈ സ്കൂൾ കലോത്സവ കിരീടം ചൂടാൻ കഴിയുന്നത്. അത് വലിയ ആവേശത്തോടു കൂടി പൂരനഗരി ഏറ്റെടുക്കുന്നതാണ്. ഇതിപ്പോൾ കുരട്ടിയിൽ നിന്നുള്ള ഇതിന്റെ ആദ്യ സ്വീകരണ പോയിന്റാണ്. ഈ കപ്പുമായി തൃശ്ശൂർ നഗരത്തിലേക്ക് ഈ യാത്ര തുടരും. വിവിധ ഇടങ്ങളിൽ ഈ സ്വർണ്ണക്കപ്പ് വേണ്ടി എത്തിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അടക്കം സ്വീകരണമുണ്ട്. റവന്യൂ മന്ത്രി കെ രാജനുണ്ട്. അതോടൊപ്പം തന്നെ ചാലക്കുടി MLA സനീഷ് ജോസഫ് ഉണ്ട്. നിരവധി ജനപ്രതിനിധികൾ അടക്കം ഈ ആഘോഷത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളത് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഈ കുരട്ടിയിൽ തടിച്ചുകൂടി നിന്നിരുന്നു. ഈ സ്വർണ്ണക്കപ്പ് വേണ്ടി എത്തിയ സംഘത്തെ വലിയ ആവേശത്തോടു കൂടിയാണ് വിദ്യാർത്ഥികൾ ഏറ്റുവാങ്ങുന്നത് നമ്മൾ കണ്ടത്. ഇന്ന് തൃശ്ശൂരിനെ സംബന്ധിച്ച ആഹ്ലാദ ദിനമാണ്, ആഘോഷത്തിന്റെ ദിനമായാണ് മുഴുവൻ സ്കൂളുകളിലും ആചരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ വലിയ ആഘോഷത്തോടു കൂടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം സ്വർണ്ണക്കപ്പ് ഉയർത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ തൃശ്ശൂർ ജില്ലയുടെ ജേതാക്കൾ ഇപ്പോൾ തൃശ്ശൂരിലെത്തിയ സമയത്ത് നൽകിയ പൗരസ്വീകരണത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വളരെ ആവേശത്തിലാണ് തൃശ്ശൂർ. കാര്യം, 10-26 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിന് വേണ്ടി കിട്ടിയത്. ഒരു പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണെങ്കിൽ പോലും ഏറ്റവും പോയിന്റുകൾ നേടിയത് തൃശ്ശൂർ ജില്ല തന്നെയാണ്. സ്കൂളുകളിൽ ഇന്ന് വിജയദിനം കൂടി ആഘോഷിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽ. മന്ത്രി രാജൻ ഉൾപ്പെടെ ഒരുപാട് VIPകൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, അതുപോലെ PTA പ്രതിനിധികളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ പൊതുപ്രവർത്തകരും ജേതാക്കൾക്ക് സ്വീകരണം നൽകാനായി എത്തിയിട്ടുണ്ട്.